അമേരിക്കൻ തീരുവ ഭീഷണി ചർച്ച ചെയ്യാനുള്ള നിർണായക ബ്രിക്സ് ഓൺലൈൻ യോഗം ഇന്ന് ചേരും. ബ്രസീൽ പ്രസിഡന്റ് വിളിച്ചു ചേർക്കുന്ന ബ്രിക്സ് നേതാക്കളുടെ യോഗത്തിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പങ്കെടുക്കും. ട്രംപിന്റെ താരിഫ് നയങ്ങൾക്കെതിരെ സംയുക്ത പ്രസ്താവന ഇറക്കാനാണ് യോഗം ലക്ഷ്യമിടുന്നത്. ബൽറാം നെടുങ്ങാടിയുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഇത്തരത്തിലൊരു സംയുക്ത നീക്കമാണല്ലോ, അതിനാണല്ലോ ഇപ്പോൾ ഈ യോഗം. എന്തൊക്കെയാണ് വിവരങ്ങൾ ബൽറാം? ഉന്മേഷ്, ഈ തീരുവ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ പ്രധാനമായും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതൃപ്തി പ്രകടിപ്പിച്ചത് ബ്രിക്സ് രാജ്യങ്ങളുടെ മേൽ തന്നെയാണ്. ഇത് അമേരിക്കൻ വിരുദ്ധമായ കൂട്ടായ്മ എന്ന തരത്തിലാണ് അമേരിക്ക ഇതിനെ വിലയിരുത്തുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് ചേരുന്ന ബ്രിക്സിന്റെ ഓൺലൈൻ യോഗം ഏറെ പ്രസക്തമാണ്. പ്രത്യേകിച്ചും ഇന്ത്യക്ക് സമാനമായി തന്നെ 50% തീരുവ അമേരിക്ക ഏർപ്പെടുത്തിയ മറ്റൊരു രാജ്യമാണ് ബ്രസീൽ പ്രസിഡന്റ് ലുണ ഡസിൽവയാണ് ഇത്തരത്തിലൊരു ഓൺലൈൻ യോഗം വിളിച്ച് ചേർത്തിരിക്കുന്നത്. ഈ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നില്ല എന്നുള്ളതും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ചയായിരുന്നു. പകരം വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ആയിരിക്കും ഈ യോഗത്തിൽ പങ്കെടുക്കുക. യോഗത്തിൽ US-ന്റെ തീരുവയ്ക്കെതിരെ ഒരു സംയുക്ത പ്രസ്താവന ഇറക്കുന്നതിന് വേണ്ടിയാണ് ബ്രസീൽ ആലോചിക്കുന്നത്. ഇക്കാര്യം വിവിധ രാജ്യങ്ങളുമായി ഇതിനകം തന്നെ ആശയവിനിമയം നടത്തി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഇത് ഒരു അമേരിക്കൻ വിരുദ്ധമായ ഒരു യോഗമല്ല എന്നാണ് ബ്രസീൽ ഇതുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് ഉൾപ്പെടെ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ യോഗത്തിൽ അമേരിക്കയുടെ തീരുവ ഭീഷണിയെ മറികടക്കാൻ എന്തെല്ലാം നടപടികൾ എടുക്കാൻ കഴിയും എന്ന കാര്യം ഈ യോഗം ചർച്ച ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട യോഗത്തിന് ശേഷം ഒരു പ്രസ്താവനയും ഉണ്ടാകും. അത് ഇതിനെ മറികടക്കാൻ കഴിയുന്ന ഒരു സംയുക്ത പ്രസ്താവന എന്ന് തന്നെയാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. ഉന്മേഷ്, ശരി. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.